പ്രിയപ്പെട്ടവരെ, ഒരു രസകരമായ കഥ പറഞ്ഞു തുടങ്ങാം. ഒരു സ്കൂളിലെ ആദ്യത്തെ ദിവസമാണ്. അക്കങ്ങളാണ് വിദ്യാർത്ഥികൾ. ആദ്യ ദിവസം തന്നെ ക്ലാസ്സിൽ അടിപൊട്ടി. 9 8-നെയാണ് അടിച്ചത്. അടികൊണ്ട 8 9-നോട് ചോദിച്ചു, നീ എന്തിനാ എന്നെ അടിച്ചത്? അപ്പോൾ 9 പറഞ്ഞു, ഞാൻ നിന്നേക്കാൾ വലിയവനാണ്. നീ 8, ഞാൻ 9, എനിക്ക് നിന്നെ അടിക്കാൻ പറ്റും. 9-ൻ്റെ ഈ മറുപടി കേട്ടതോടെ ക്ലാസ്സിൽ അടിയുടെ പൂരമായി. 8 7-നെയും 7 6-നെയും 6 5-നെയും അടിച്ചു. അതങ്ങനെ തുടർന്ന് 2 1-നെ അടിച്ചപ്പോൾ പാവം 0 പേടിച്ച് ഒരു മൂലയിൽ ഒളിച്ചിരുന്നു. 0 മൂലയിൽ പേടിച്ചിരിക്കുന്നത് കണ്ട് 1 അങ്ങോട്ട് ചെന്നു, ഹേ നീ പേടിക്കണ്ട, ഞാൻ നിന്നെ അടിക്കില്ല. ഇതും പറഞ്ഞ് 1 0-ൻ്റെ അരികിൽ ഇരുന്നു. അതോടെ 0 10-ആയി. ക്ലാസ്സിലെ സർവശക്തൻ. ആർക്കും ഒന്നും ചെയ്യാനായില്ല. 0 പതുക്കെ 1-നോട് ചോദിച്ചു, എല്ലാവരും അവരെക്കാൾ ചെറിയവരെ അടിക്കുമ്പോൾ നീ എന്തിനാണ് എന്നെ വലുതാക്കിയത്? അതിന് 1 പറഞ്ഞ മറുപടി ഇതാണ്, നോക്കൂ, സ്വയം വലുതാണെന്ന് കരുതുന്നവനല്ല, മറ്റൊരാളെ വലുതാക്കുന്നവനാണ് യഥാർത്ഥത്തിൽ വലിയവൻ. ശരിയല്ലേ? 0-ൻ്റെ ഇപ്പുറത്ത് 1 വന്നപ്പോൾ 9-നേക്കാൾ വലിയതായി മാറി 1ഉം 0-ഉം ചേരുന്ന 10. നിങ്ങൾ സ്വയം വലുപ്പമുള്ളവരാണെന്ന് കരുതുന്നതിനേക്കാൾ മറ്റൊരാൾ വലിയവനാക്കാൻ നിങ്ങൾ ശ്രമിച്ചാലോ? ഭീരമായിരിക്കും. അപ്പോൾ അതാണ് 1-ൻ്റെ കഥ.